പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. പിള്ളേരുടെ കാർത്തിക് വണ്ടി കയറി ഹാർഡ് വർക്കും കൊണ്ട് ഞാൻ പുതിയ വണ്ടി വാങ്ങി കഴിച്ചു. ഇത്തിരി കിടുപ്പൻ സെറ്റപ്പിലാണ് വീട്. നോക്കിതാ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേ 2 ആൻഡ് ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളുമാണ്. ഞാൻ ഇന്ന് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് വലിയ ഗിഫ്റ്റൊന്നും കാര്യമായിട്ട് കൊടുത്തില്ല. ബിക്കോസ് ഇവർക്ക് എന്തെങ്കിലും ചെറുത് കിട്ടിയാലേ സന്തോഷമാവും. വലിയ എന്തെങ്കിലും പൈസ കൂടിയൊക്കെ വാങ്ങിക്കൊടുത്തു. എന്തിനാ ഇത് വാങ്ങിയ വെറുതെ പൈസ കളയാതൊക്കെ പറയും. എൽസി എന്തെങ്കിലും നല്ലത് കിട്ടുമെങ്കിൽ വാങ്ങിക്കൊടുക്കാം. ഇതാണ് എൻ്റെ സുന്ദരിയായ അമ്മ. കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയ വിഷ്ണു പെരിങ്ങെത്തിയതാ. 30,000 രൂപ മുടക്കി വാങ്ങിയ വളത്തുനിന്ന് ഒരു വെള്ളരിക്ക കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെ സ്വന്തം ബ്രദർ. അമ്മ എന്നെ ഇതുവരെ അടിച്ചതായിട്ടോ ചീത്ത പറഞ്ഞതെന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്നിട്ടും ഇത്രയും നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള മോനെ വളർത്തിയെടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. പറശ്ശിനിക്കടവ് അമ്പലം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് ഫേമസ് ആണ്. അത് മുത്തപ്പൻ്റെ അമ്പലം കേട്ടോ. മുത്തപ്പനെ നിങ്ങൾ കണ്ണൂരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ റീൽസിലും സിനിമയിലൊക്കെ ഉണ്ട്, അപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവിടെ ഇങ്ങനെ റിലീജിയനും അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല, എല്ലാവർക്കും പോവാം. പിന്നെ 3 നേരം ഫുഡ് കിട്ടും. ഐ തിങ്ക് ഉച്ചക്കും രാവിലെ എന്തായാലും കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇങ്ങനെ ഒരു പയറും പിന്നെ ഉച്ചക്ക് റൈസും ഒരു നല്ല പരിപ്പ് കറിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് കിട്ടും. പിന്നെ അവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ടാവും അമ്പലത്തിനുള്ളിൽ തന്നെ. പിന്നെ അമ്പലത്തിന് മുമ്പിൽ തന്നെ ഒരു പുഴയും പോകുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് റിയലി നൈസ്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുത്ത് കാണിച്ചു തരാം. വണ്ടി കയറി ഇരിക്കുന്നേ 9:51. ഇതെന്ത് 9:30 കറക്റ്റ് വണ്ടി കയറി ഇരുന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഞാനാണ്. ഐ എം സോറി ചേട്ടാ. ഇതിനൊന്നും മാപ്പില്ല. ഒരു ഉമ്മ എന്നാ ശരിയാവോ? ഒന്നുമില്ല. നിങ്ങളെ കുണു കൊടുത്തത് ഓർത്തുവോ? കുണു എത്ര നേരെ കാത്തിക്കുന്നു. നമ്മൾ പോയി തുടങ്ങിയത് ഒരു പെട്രോൾ പമ്പാണല്ലോ. വിമൽദേവൻ മാമൻ പെട്രോൾ പമ്പ് മുമ്പിൽ അരുൺ സാർ കുണു. ഹലോ കൊറേ ഊക്കി കിട്ടി വണ്ടി ഓടിച്ച് പോയത്. അയ്യോ, പ്രൊഫഷണൽ ഡ്രൈവർ ഗൈസ്. ഡാഷ് ക്യാം ഹൈ സെറ്റപ്പ്. A few moments later. How do you feel? നമ്മള് മാടായിക്കാവ് അമ്പലത്തിൽ വന്നിട്ടുള്ളത് ഗൈസ്. പിങ്ക് ഷർട്ടും കൂളിംഗ് ഗ്ലാസ് കൊണ്ടിട്ട് വന്നിട്ട് പിള്ളേരുടെ കാർത്തിക്കിനെ 500 രൂപയ്ക്ക് തോന്നിയില്ല. ആരുമില്ല. 500 രൂപയ്ക്ക് തോന്നില്ലേ? കൂടുതൽ പുരുഷന്മാരാ നോക്കുന്നത് കാർത്തിക്കിനെ. ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും പിന്നെ അധികം എടുത്തിട്ടില്ല ഈ ഫോമാറ്റിൽ. ഞാൻ അതൊക്കെ മറ്റേ റീൽ ഫോമാറ്റിൽ എടുത്തിട്ട് ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എവിടെ വേണമെങ്കിൽ ടാഗ് ചെയ്യാം. നമ്മൾ തിരിച്ചു പോലായി ഗൈസ്. അരുൺ സാറിനെ മുടിപ്പിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. അത് അത്രേ ഇല്ലു. അങ്ങനെ കുറേ കൊല്ലത്തെ കഷ്ടപ്പാടും ഹാർഡ് വർക്കും കൊണ്ട് ഞാൻ പുതിയ വണ്ടി വാങ്ങി. മുമ്പൊക്കെ പഠിപ്പിക്കാൻ പോയിരുന്നു ഗൈസ്. ഇപ്പോൾ പണം ഇഷ്ടം പോലെ ഇല്ലതുകൊണ്ട് പഠിപ്പിക്കലൊക്കെ മതിയാക്കി ഇപ്പോൾ ബിസിനസ് നോക്കി നടത്തുന്നു.
ഫണ്ട് വരും പറഞ്ഞാൽ ഫണ്ട് വരും. അച്ഛൻ കാണാതെ മാറ്റി വെക്കും. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. പൈസക്ക് ആവശ്യം വരുമ്പോ മറ്റേ ഇതില്ല, നമ്മളാരോടും കടം ചോദിക്കാറില്ല. അച്ഛൻ ഉണ്ടാക്കിയത് മറച്ചു. ഇത്രയും കിടുപ്പൻ സെറ്റപ്പിലാണ് വീട്. നോക്കിതാ ഈ കാണുന്നത് മൊത്തം വിമൽ സാറിൻ്റെ പിന്നെന്താ പറയുക സ്ഥലമാണ്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അതാണ് നമ്മുടെ പണ്ടത്തെ ഫ്യൂഡൽ ലോഡ്. ഇതാ ഇവിടെ പണിയെടുപ്പിക്കുന്നു. ഓൾഡ് ഫ്യൂഡൽ ലോഡ്. ക്രേസി ലൈഫ് ഗൈസ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മളെ പണി കഴിഞ്ഞു ഗൈസ്. ഇതാ ജെമ്മിമാർ, ജെമ്മി 1, ജെമ്മി 2. പണിക്കാർക്കുള്ള ചായ ആടകത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കും. ഓംബ്ര പോയി കുടിക്കടാ, പെട്ടെന്ന് കുടിക്കടാ. കുഞ്ഞുണ്ടായ A few moments later. Happy birthday to you. Happy birthday to dear mummy. കയ്യെല്ലാം പറക്കുന്നു നോക്കി. Happy birthday to you. എന്നാ ഉണ്ട് വിശേഷം? ഫോട്ടോ എടുത്തോ? ആ ചേച്ചിക്ക് സുഖാണോ? ഞാൻ തന്ന ചെടിയൊക്കെ അവിടെ ഉണ്ടോ? ഞാൻ തന്ന ചെടി അത് കണ്ടവനെ വേടാ. കൂടില്ലേ മക്കള് കംപ്ലീറ്റ്. ഞാൻ സമയം കിട്ടുമെങ്കിൽ വരാം. പോട്ടെ. ഹായ്, നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പട്ടാളക്കാരെ ക്യാൻറ്റീനിൽ വന്നിട്ടുള്ള നമ്മൾ സാധനമൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ്. സോ ഇവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. ഇത് ഡ്രൈവേഴ്സ് പാസ്സാ. ഇതില്ലാണ്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ സാഡ് ന്യൂസ് 2. നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി ഗൈസ്. അച്ഛനിപ്പോൾ ബാങ്ക് പോകണമെന്ന് തൊട്ട് അവിടെ വന്നിട്ടുള്ള. എങ്ങനെയുണ്ടായി പോലെ പരീക്ഷ? വിമൽ സാറെത്തി. ജ്യൂസ് കൊടുക്കുമോ കുറച്ച്? അത് കിവി കുടിച്ചു നോക്ക്. എങ്ങനെ ഉണ്ട്? A few moments later. മീറ്റ് യദുകൃഷ്ണൻ പി, എൻ്റെ അതേ ലെവൽ ഓട്ടീസുള്ള എൻ്റെ ഒറ്റ സുഹൃത്ത്. മീറ്റ് മൈ ജിമ്മൻ ഫ്രണ്ട് അശ്വിൻ. ഇൻസ്റ്റയിലോ യൂട്യൂബ്. എന്റെ ചങ്കും ചങ്കിലെ കൃഷ്ണമണിയും കണ്ണാറുന്നില്ല കേട്ടോ. പ്രാദേശിക കലാകാരന്മാർ പങ്കെടുക്കുന്ന. ഹായ്, ഇന്ന് ഡേ 4. ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ വന്ന ദിവസം കല്യാണം ഉണ്ടായിരുന്നില്ലേ കസിൻ്റെ. അപ്പോൾ അവരുടെ വിരുന്ന് ഇന്നാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കൊന്ന് പോകണം. സോ അത് ആണ് ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ടൊന്ന് അമ്മേനെ കാണാൻ അമ്മയുടെ വീട്ടിലും പോകണം. പിന്നെ മെയിനായിട്ട് ഞാൻ കുറേ വീഡിയോസൊന്നും അധികം എടുക്കാത്തത് എന്താ വെച്ചാൽ, ഒന്നാമത് ഫോൺ സ്ഥലമില്ല. പിന്നെ അതുമാത്രമല്ല എല്ലാവരും കുറച്ച് ക്യാമറ കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അവരുടെ പ്രൈവസി അത്ര ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടൊക്കെയാണ്. ഒരു സ്പൂൺ വിമലായിട്ട്, ഒരു സ്പൂൺ വിമലായിട്ട്. ഉച്ചിട്ട് ഹായ് പറയാ.
പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ BSNL ഓഫീസ് വരെ വന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സിം 3G ആണ്, അത് 4Gയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമുക്കൊരു സിൽവറിൻ്റെ പാസര വാങ്ങിക്കൊടുത്തു. ഇനി പിറന്നാളിന് സമ്മാനം കിട്ടിയിട്ടാന്ന് പറയാറ്. ക്ഷീണിച്ചോളെ, ആകെ ക്ഷീണിച്ചു പോയല്ല. വലിയ കൊടുത്താൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചെറിയ കൊണ്ടെടുത്തു. നമ്മളൊരു ട്രക്കിങ്ങിന് പോവാണ് ഇപ്പോൾ.